തിരുവമ്പാടി ദേവസ്വത്തിന്റെ ചമയപ്രദർശനമാണ് എനിക്ക് പുറകിൽ കാണുന്നത്. നമ്മുടെ ഈ ചമയപ്രദർശനമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സെക്രട്ടറി അടക്കം പറഞ്ഞിരുന്നു ഒരു സർപ്രൈസ് ഉണ്ട്, ഇത്തവണ ഞെട്ടിക്കുന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. അപ്പൊ എല്ലാവരും ഞെട്ടിച്ചിട്ട് തന്നെയാണ്, സർപ്രൈസ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? എന്തൊരു മനോഹരമായിട്ടുണ്ട് ഈ സംഭവങ്ങളൊക്കെ. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ആൽമരവും തറയും പ്രദക്ഷിണ വഴിയൊക്കെ ആയിട്ട് ഞങ്ങൾ ചമയപ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. ഞങ്ങളെല്ലാവരും കൂട്ടായ്മയോടുകൂടി ഈ തട്ടകത്തെ ഭക്തജനങ്ങളും അതുപോലെ തന്നെ ഞങ്ങൾ ഭരണസമിതി അംഗങ്ങൾ, പിന്നെ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്തോഷ് മാധവ്, സജി തുടങ്ങിയ പല വ്യക്തികളും എല്ലാവരും, ഷൈജോ വടക്കൻ, അദ്ദേഹമാണ് ലൈറ്റ്, വിദേശ നിർമ്മിതമായ ലൈറ്റുകളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. അതിൽ അതിമനോഹരമായ ദൃശ്യവിരുന്ന് ഞങ്ങൾക്ക് പൂരപ്രേമികൾക്ക് നൽകാൻ സാധിച്ചു എന്നതിൽ വാദിയായ സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. ഇനിയും കൂടുതൽ കൂടുതൽ നേരത്തെ പറഞ്ഞ മാതിരി സർപ്രൈസുകൾ വരാൻ പോകുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് കുടമാറ്റത്തിനും അതിന് വെടിക്കെട്ടിനും സാമ്പിളാണ്. അപ്പൊ സാമ്പിളിൽ സർപ്രൈസ് പ്രതീക്ഷിക്കാം. എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് തീർച്ചയായിട്ടും പൂരപ്രേമികൾ ഒരു കാരണവശാലും നിരാശരാവില്ല, അല്ലെങ്കിൽ യാതൊരു സംശയമില്ല. ഗിരീഷേട്ടൻ ഇതിനു മുമ്പ് പറഞ്ഞാണ്, അതായത് ഇതിലൊരു നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഉണ്ട് എന്ന്. അപ്പൊ ഇനിയിപ്പോ കുടമാറ്റം വരുന്നു, കുടമാറ്റത്തിലേക്ക് എത്തുമ്പോ എങ്ങനെയായിരിക്കും സർപ്രൈസ് ഒക്കെ? അല്ല, ഇപ്പോ ഈ ചമയ പ്രദർശനത്തിൽ തന്നെ നിങ്ങൾ കണ്ടു, അതിലൊരു കെട്ടിലും മട്ടിലൊക്കെ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ കുടമാറ്റത്തിലും ഇത്തവണ തിരുവമ്പാടി തകർക്കും, അതിലൊരു യാതൊരു സംശയമില്ല. മുൻ വർഷങ്ങളെ പോലെ തന്നെ ഇത്തവണ തിരുവമ്പാടി അതിന്റെ ആരവത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അത് ഇത്തവണ നിങ്ങൾക്ക് കണ്ടാലറിയാം, ഒരു മിനിറ്റ് ഗ്യാപ്പ് ഇല്ലാണ്ട് ഞങ്ങൾ കുടമാറ്റും. അപ്പൊ ഒരു മിനിറ്റിൽ ഞങ്ങൾ ഓരോ കുട മാറ്റിയിരിക്കും. അത് അതിന്റെ ഒരു പ്രത്യേകതയാക്കി മാറ്റും. പണിത് വെച്ച കുട സമയം കിട്ടുകയാണെങ്കിൽ എല്ലാം ഞങ്ങള് പ്രദർശിപ്പിക്കും. അത് ഇതിന്റെ ഒരു ഞങ്ങളുടെ ഒരു എന്താ പറയാ പ്രത്യേക ഒരു അഹങ്കാരം തന്നെ എന്ന് പറയാം, ഒരു വാശി തന്നെയാണ്. ആ വാശി ഇത്തവണ കുടമാറ്റത്തിൽ കാണിക്കും, നിങ്ങളത് കാണാൻ സാധിക്കും. ഇപ്പൊ നമ്മുടെ ചമയത്തിന്റെ കാര്യത്തിൽ തന്നെ എടുത്തു നോക്കിയാലും അത് അതിന്റെ മൊത്തത്തിൽ അതിന്റെ കെട്ടിലും മട്ടിലൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇനി അടുത്ത വരും വർഷങ്ങളിൽ ഇതേപോലെ മാറ്റങ്ങൾ എല്ലാ കൊല്ലം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇതിൽ നിന്നും മാറ്റം വരുത്തി ഒരു പുതുമ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വെടിക്കെട്ടിന്റെ കാര്യത്തിലും അതേപോലെ തന്നെ പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാം. അത് ആനകളുടെ കാര്യത്തിൽ, ആനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ എണ്ണം പറയുന്ന ആനകളാണ്. തിരുവമ്പാടി ചന്ദ്രശേഖരൻ തടമ്പേറ്റി അങ്ങോട്ട് വരുമ്പോൾ അതിന് കൂട്ടാനയായി നിൽക്കുന്ന 15 ആനകള് കേരളത്തിലെ തന്നെ നല്ല ആനകളിൽ, അതായത് അവരുടെ എന്താ പറയുക ഭംഗി കൊണ്ടും അതേപോലെ അവരുടെ സ്വഭാവം കൊണ്ടും വളരെ ചിട്ടയായിട്ടുള്ള ഒരു ആന എഴുന്നള്ളിപ്പായിരിക്കും ഇത്തവണ തിരുവമ്പാടി ദേവസ്വത്തിന് ഉണ്ടാവുക. അതുപോലെ ഓരോ കാര്യത്തിലും ഇത്തവണ വളരെ വ്യത്യാസത്തോടു കൂടിയിട്ടാണ്. അതിനൊരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ തവണ ഉണ്ടായ ആ ഒരു അസ്വാരസ്യങ്ങള് ഇത്തവണ ഉണ്ടാവരുത് എന്ന് ഈ തൃശ്ശൂരിലെ ഒരു ചെറിയ കുട്ടി മുതൽ സെൻട്രൽ ഗവൺമെന്റിലുള്ള ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ നമ്മുടെ ജനപ്രതിനിധികളും സ്റ്റേറ്റ് ഗവൺമെന്റിലെ എല്ലാവരും ഏകസ്വരത്തിൽ പറയുന്നത് തൃശ്ശൂർ പൂരം ഇത്തവണ നന്നായി നടക്കണം. അപ്പോൾ ഒരു ലക്ഷ്യമുള്ളൂ, തൃശ്ശൂർ പൂരം നന്നായി നടക്കാന്നുള്ള ഏകസ്വരത്തിലുള്ള ഉദ്യോഗസ്ഥരുടെയും അതേപോലെ തന്നെ അതിനുവേണ്ടി ജില്ലാ ഭരണകൂടം, കളക്ടറും മേഡിയമും അതേപോലെ പോലീസ് മേധാവിയും വളരെ ഇതിന്റെ ഒപ്പം തന്നെ നിൽക്കുകയാണ്. ഒരു പഴുത് പോലും ഇല്ലാത്ത എല്ലാ കാര്യങ്ങളും ദേവസ്വങ്ങളുമായി സംസാരിച്ച് ദേവസ്വങ്ങളുമായിട്ടുള്ള കൂടിക്കാഴ്ചയോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ചെറിയ കാര്യങ്ങൾ വരെ തമ്മിലിരുന്ന് സംസാരിച്ച് അതിന് സൊല്യൂഷൻ കാണുന്ന ഒരു രീതിയിലേക്ക്, ഇതാണ് ശരിയായ മാർഗം. ദേവസ്വങ്ങൾ പൂരം നടത്തും, അതിന് എല്ലാവിധ ഒത്താശകളും ജില്ലാ ഭരണകൂടം ചെയ്തു തരുന്നുള്ള ശുഭപ്രതീക്ഷയിൽ ഇതുവരെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങളുള്ള നാളുകൾ ഇനി ഒരു 3 ദിവസം കൂടിയുണ്ട്. ആ 3 ദിവസം 7-ാം തീയതി ഉപചാരം ചൊല്ലി പിരിയുന്നതോട് കൂടിയിട്ട് നമ്മുടെ തൃശ്ശൂർ പൂരം അതിഗംഭീരമായി. രാജേട്ടൻ പറഞ്ഞത്, അതായത് ഇത്തവണത്തെ ഉപചാരം ചൊല്ലി പിരിയുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും നിങ്ങൾക്ക് വാർത്തകളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും, അതായത് ശുഭവാർത്തകളേ ഉണ്ടാവുള്ളൂ, മറ്റുള്ള വാർത്തകളൊന്നും ഉണ്ടല്ല. എന്നുവെച്ചാൽ എല്ലാത്തിനും ഹോംവർക്ക് ചെയ്യുന്നുണ്ട്. ഓരോ പ്രശ്നത്തിനും ഹോംവർക്ക് ചെയ്ത് മുന്നോട്ട് പോകണം. ആ ഹോംവർക്ക് ചെയ്തതിന്റെ റിസൾട്ടാണ് ഇന്നു മുതൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ദേവസ്വങ്ങളും അതെ, ഓരോ ജനപ്രതിനിധികളുമായിട്ടുള്ളതും അതേപോലെ തന്നെ ജില്ലാ ഭരണവുമായിട്ടുള്ള ചർച്ചകളിൽ എടുക്കുന്ന തീരുമാനങ്ങൾ അത് അഡോപ്റ്റ് ചെയ്യാൻ ദേവസ്വങ്ങളും മുൻകൈ എടുത്തിട്ടുണ്ട്. അതിന്റെ വെളിച്ചത്തിൽ ഇത്തവണത്തെ പൂരം ഒരു പ്രശ്നമില്ലാണ്ട് ഭംഗിയായി, പിന്നെ പ്രകൃതി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണിച്ചാൽ അത് അനുഭവിക്കുക രക്ഷയുള്ളൂ, വേറെ വഴിയില്ല. അതുപോലെ തന്നെയാണ് പിന്നെ ഇത്തവണ മറ്റേ നമ്മുടെ ഈ ചെരിഞ്ഞ കൊമ്പന്മാരും, അതാ ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു, നമ്മുടെ ചെരിഞ്ഞ കൊമ്പന്മാരെ എല്ലാവരെയും തിരികെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊരു സന്തോഷം നല്ല കാര്യമല്ലേ?
സന്തോഷം എന്ന് പറഞ്ഞാൽ അത് ആന ചേരുകയെന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമുള്ള കാര്യമല്ല. പക്ഷേ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് നേരത്തെ സെക്രട്ടറിയും പ്രസിഡന്റും പറഞ്ഞ പോലെ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും എന്താ പറയുക ഏറ്റവും അഭിമാനം തോന്നുന്നത് തൃശ്ശൂർ പൂരത്തിന് കഴിഞ്ഞ 51 വർഷമായിട്ട് തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഉടമസ്ഥതയിലുള്ള ആനകളെയാണ് എഴുന്നള്ളിക്കുന്നത്. ഈ പൂരങ്ങളുടെ പൂരമാണ് തൃശ്ശൂർ പൂരം. ആനകളിലെ ആനകളാണ് തൃശ്ശൂർ പൂരത്തിന് എഴുന്നള്ളിക്കുന്നത്. അതിലെ ഏറ്റവും പ്രൗഢിയായിട്ടുള്ളത് നമ്മുടെ തിരുവമ്പാടി ചന്ദ്രശേഖരൻ എന്ന ആനയാണ്. അത് ഈ വർഷം 7ാമത്തെ കൊല്ലമാണ് കയറ്റി എഴുന്നള്ളിക്കുന്നത്. കൂടെ ഈ പറഞ്ഞ പോലെ കേരളത്തിന് മുന്നിൽ നിൽക്കുന്ന എല്ലാ ആനകളും ഇവിടെ ഈ പ്രാവശ്യം പൂരത്തിൽ ഈ പറ്റാനകളായിട്ട് നിൽക്കുന്നത്. ഇന്നലെ ലിസ്റ്റ് ഫൈനലാവുന്നുള്ളൂ. എന്ത് തന്നെയായാലും വലത്തേക്കൂട്ടായിട്ട് നമ്മുടെ കുട്ടണൂർ അർജുനും ഇടത്തെ കൂട്ടായിട്ട് പുതുപ്പള്ളി സാധുവാണ് കൂട്ടു നിൽക്കുന്നത്. എന്തിനായാലും നാളത്തോടുകൂടി ഫിറ്റ്നസ് തുടങ്ങും. ഫിറ്റ്നസ് കഴിഞ്ഞ് എത്ര ആനകളെയാണ് ഇവര് ഫിറ്റ്നസ് NOC കിട്ടുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മൾ ആനകളെ എഴുന്നള്ളിക്കുക. കഴിഞ്ഞ വർഷം ആനകളിലെ വല്ലാത്ത ഷോർട്ടേജ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം 28 ആനകളാണ് നമുക്ക് പൂരത്തിൽ പങ്കെടുത്തത്. പല ഘടക പൂരങ്ങൾക്ക് നമുക്ക് ആനകളെ വേണ്ടത്ര കൊടുക്കാൻ സാധിച്ചില്ല. എന്നുവെച്ചാൽ 4-5 ഉത്സവങ്ങൾ അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ എഴുന്നള്ളിക്കാനുള്ള നാട്ടാനകളുടെ ലഭ്യത വളരെ കുറവാണ്. അപ്പൊ അതിനെ നമ്മൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് നടന്ന മീറ്റിംഗിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് ദേവസ്വത്തിന്റെ കാര്യം പറഞ്ഞു. എന്നുവെച്ചാൽ ആനകളില്ലെങ്കിൽ പൂരങ്ങളില്ല. പൂരങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന ആനകളാണ്. ആ ആനകളെ ഒന്നല്ലെങ്കിൽ ഫോറസ്റ്റിന്റെ കയ്യിലുള്ള ആനകളെ ലേലം ചെയ്ത് ദേവസ്വങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു ഇതുണ്ടാവണം. അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആനകളെ NOC കൊടുത്തുകൊണ്ട് വന്നില്ലെങ്കിൽ വിശ്വവിഖ്യാതമായിട്ടുള്ള തൃശ്ശൂർ പൂരം ഉൾപ്പെടെയുള്ള എല്ലാ ഉത്സവങ്ങളെയും അത് ബാധിക്കും. അപ്പൊ അതുകൊണ്ട് ആനകളെ ഞങ്ങളുടെ ഏറ്റവും വലിയ അടുത്ത ടെൻഷൻ ഉള്ളത് നമുക്ക് ആനകൾക്ക് എന്താ പറയാ ഫിറ്റ്നസ് കിട്ടലാണ്. ഫിറ്റ്നസ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ എല്ലാ പൂരങ്ങളും നമ്മുടെ തൃശ്ശൂർ പൂരം തിരുവമ്പാടിയും പാറമേക്കവും മാത്രമല്ല എല്ലാ ഘടകപൂരങ്ങളും നമുക്ക് ഗംഭീരമായി നടത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ തന്നെയാണ് തിരുവമ്പാടിക്ക് എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ്. നമ്മൾ ഇതാണ് ആ ഒരു ആദ്യം പറഞ്ഞൊരു സർപ്രൈസ് എന്ന് പറയുന്നത്. അതായത് ഈ ഇത്തവണത്തെ ഒരു ഈ ശ്രീമൂലസ്ഥാനം, അതായത് ശ്രീമൂലസ്ഥാനത്തിന്റെ ഒരു മിനിയേച്ചർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ശരിക്കും ഒരു നോട്ടത്തിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ ആലും ആ ശ്രീമൂലസ്ഥാനത്തെ ആലും അതിന് ചേർന്നുള്ള അതിന്റെ ആ ഒരു ഇരിപ്പിടങ്ങളും ആ ഒരു കല്ല് പതിച്ചറും ഒക്കെ തന്നെ കൃത്യമായി ചെയ്തിട്ടുണ്ടെന്നുള്ള അങ്ങനെ പതിവിൽ നിന്നും വ്യത്യസ്തമായി വളരെ മനോഹരമായി തന്നെയാണ് ഇത്തവണ തിരുവമ്പാടി ദേവസ്വം അവരുടെ ആ ഒരു ചമയ പ്രദർശനത്തിലേക്ക് കടക്കുന്നത് വ്യത്യസ്ത കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള അതുപോലെ തന്നെ വെടിക്കെട്ടും അതിനോടൊപ്പം തന്നെ ഈ കുടമാറ്റത്തിലേക്ക് എത്തുമ്പോൾ കൂടുതൽ സർപ്രൈസുകൾ കഴിഞ്ഞ വർഷത്തേക്കാൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ എല്ലാവരും ഞെട്ടും നടത്തുന്ന സർപ്രൈസ് ഉണ്ടാകുമെന്ന് തന്നെയാണ് തിരുവമ്പാടി പറയുന്നത്.